സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഷിറിയ പാലത്തിൻ്റെ വർക്കും ഉപ്പള ഇന്നലെ മിനിഞ്ഞാന്ന് ടാറിങ് കഴിഞ്ഞ ആ ഭാഗത്തെ ദൃശ്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പോൾ ഡ്രോണൊക്കെ ഇന്നലെ മിനിഞ്ഞാന്ന് വീണിട്ട് പൊളിഞ്ഞ് മംഗലാരം കൊണ്ടുപോയി എല്ലാം റെഡിയാക്കി. കുറച്ച് പൈസ തീർന്ന് 12,000 രൂപ തീർന്നു. ചെറിയൊരു സംഭവം, പക്ഷെ അത് ഭയങ്കര പൈസയായി ചാർജ്. അങ്ങനെ അതും സംഭവിച്ച്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇപ്പോൾ ഇവിടെ ഫൈനൽ ടാറിങ് വരെ ഉള്ള പ്രവർത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഭാഗത്ത് ഇപ്പോൾ സെക്കൻഡ് ലെയർ വരെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ റീകണ്ടീഷൻ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പാലത്തിൻ്റെ. അപ്പം അതിൻ്റെ മുകളിൽ ഇപ്പോൾ ഫൈനൽ ലെയർ ടാറിങ് പ്രവർത്തികൾ നടന്നു വരികയാണ്. അപ്പം ഇന്ന് രാവിലെ മുതൽ ഞാൻ മംഗലാരം ഭാഗത്ത് പോകുമ്പോൾ ഒരു ടാറിങ് പ്രവർത്തികൾ ആരംഭിച്ചതാണ്. അപ്പോൾ ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ, ഇപ്പോൾ തേർഡ് ലെയറിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തേർഡ് ലെയർ ഉപ്പള ഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്കാണ്, ഷിറിയ ഭാഗത്തേക്കാണ് ഇപ്പോൾ തേർഡ് ലെയർ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നേരെ ഇങ്ങോട്ടേക്കാണ് വരുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തികളെ കണ്ട് പിന്നെ അതിന് ശേഷം ഉപ്പള നമ്മുടെ നയാബസാർ മുതൽ ഉപ്പള ഫ്ലൈ ഓവർ വരെയുള്ള ഭാഗവും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
സുഹൃത്തുക്കളെ, ഇന്നലെ നമ്മൾ ഡ്രോണ് ഏത് ഭാഗത്ത് വരെ എടുത്തത്, ഈ ഭാഗം വരെയാണ് ഡ്രോൺ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടുന്നാണ് എൻ്റെ ഡ്രോൺ ഇന്നലെ വീണിട്ട് പൊളിഞ്ഞു പോയത്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് വീണ്ടും തുടങ്ങാനുള്ള വരികയാണുള്ളത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് എടുക്കാം നമുക്ക്, ഉപ്പള ഭാഗത്തേക്ക്. ടാറിങ് പ്രവർത്തികളും എല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. അതായത് ഫൈനൽ ടാറിങ് വരെ ഈ ഭാഗത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട്. കുറച്ച് കാറ്റുണ്ട്. അടിപൊളിയായിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ എല്ലാം. കൈക്കമ്പ ഫുൾ അണ്ടർപാസിൻ്റെ മുകളിലും ഓപ്പൺ, ഇത് ഫുള്ള് ഫൈനൽ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെല്ലാം ഫുള്ള് കഴിഞ്ഞിട്ടാ ടാറിങ്. അപ്പോൾ ഇന്നലെ ഞാൻ ഇവിടുന്നാണ് കുറച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒരു വശത്ത് ഫൈനൽ ടാറിങ്ങിൻ്റെ പ്രവർത്തി നടക്കുമ്പോൾ ഇവിടുന്നാണ് ഞാൻ എടുക്കുന്നുണ്ടായത്, കൈക്കമ്പ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്ന്. അപ്പോൾ രണ്ട് സൈഡിലും ഇപ്പോൾ ഫൈനൽ ലെയർ പൂർത്തീകരിച്ചിട്ടുണ്ട്. നല്ല കാറ്റുണ്ട്. നമ്മൾ കൊണ്ടുപോകുന്നതിലല്ല ഡ്രോൺ പോകുന്നുള്ളത്. നമ്മളേകദേശം ഉപ്പള എത്താനായിട്ടുണ്ട്. ഇവിടെ എല്ലാം ടാറിങ് പ്രവർത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി ഉപ്പള ഫ്ലൈ ഓവറിൻ്റെ മുകളിലാണ് ടാറിങ് പ്രവർത്തികൾ പൂർത്തീകരിക്കാനുള്ളത്. ഇവിടെ ഒരു മെർജിങ് പോയിൻ്റ് ഉണ്ട്. അതായത് ഉപ്പള ടൗൺ എത്തുന്നതിന് മുന്നോട്ട് ഒരു മെർജിങ് പോയിൻ്റ് ഉണ്ട്. ഈ മെർജിങ് പോയിൻറ്റിൽ ആണ് താഴേക്ക് ഇറങ്ങേണ്ടത്. ഇപ്പോൾ ടൗൺ എത്തുന്നതിന് മുന്നേ ഒരു മെർജിങ് പോയിൻ്റ് ഉണ്ട് ഇവിടെ തന്നെ.
ഇത് മെർജിങ് പോയിൻ്റാണ്. ഇവിടുന്നാണ് ഉപ്പള ടൗണിലേക്ക് ഇറങ്ങേണ്ടത്. ഇവിടുന്ന് ഇറങ്ങണം. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു തുറന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് ഇവിടുന്ന് ഓപ്പൺ ആക്കി കൊടുക്കും ഇവിടം വരെ. പിന്നെ പാലത്തിൻ്റെ പിന്നെ ആയിരിക്കും ഓപ്പൺ ആക്കൽ. നിങ്ങൾ അങ്ങനെ ട്രാഫിക് ജാമാറ്റെല്ലാം ഉണ്ടെങ്കിൽ ഇപ്പോൾ ട്രാഫിക് അത്ര വലിയ ടൈറ്റില്ല. ഉച്ചയായം തൊട്ടായിരിക്കും, ഞാൻ ഉച്ചക്കാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മംഗലാരത്തിൽ നിന്ന് ഡ്രോണ് നേരാക്കിയിട്ട് വരുമ്പോൾ ഒന്ന് വീഡിയോ ചെയ്തിട്ട് ഇങ്ങനെ കാണിച്ചു തരാൻ വിചാരിച്ചു. ഉപ്പള ടൗണിൽ ഫ്ലൈ ഓവറിൻ്റെ മുകളിലേക്ക് എത്താനായിട്ടുണ്ട്. അപ്പം പിന്നെ ലോഡ് ടെസ്റ്റിങ് കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. പക്ഷേ ആരും എന്നോട് വിളിച്ചിട്ട് പറഞ്ഞിട്ട് ലോഡ് ടെസ്റ്റ് കഴിഞ്ഞിട്ടില്ല എന്നായിരുന്നു. പക്ഷേ ഇവിടെ മാർക്കിങ്ങിൽ ചെയ്തിട്ടുണ്ട്, 2 ഭാഗത്ത് മാർക്കിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വശത്ത് ഫുള്ള് വാട്ടർ പ്രൂഫിങ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നേരത്തെ മാർക്കിങ് ഉണ്ടായിരുന്നു, ഒരു വശത്തുണ്ട് മാർക്കിങ്. അപ്പോൾ അതേപോലെ തന്നെ ഇടതുവശത്ത് മാർക്കിങ് ഉണ്ടായിരുന്നു, അതിപ്പോൾ പോയി മാർക്കിങ്. അപ്പോൾ ലോഡ് ടെസ്റ്റും കഴിഞ്ഞാണ്. അപ്പം നല്ല അടിപൊളിയായിട്ടില്ലേ, ഓക്കെ, അടിപൊളിയായിപ്പോൾ. ഒരു സൈഡ് ഫുള്ള് വാട്ടർ പ്രൂഫ് കഴിഞ്ഞ് പിന്നെ ടാറിങ് പ്രവൃത്തികളേ ഉള്ളൂ ചെയ്യാൻ. മറ്റേ വശം കൂടി ഈ വാട്ടർ പ്രൂഫ് ചെയ്യാനുണ്ട്. നല്ല വെയിൽ, ഉച്ച സമയം തൊട്ടായിരിക്കും ചിലപ്പോൾ വർക്ക് നടക്കാത്ത തോന്നുന്നത്. നമ്മുടെ ഉപ്പള ടൗണും പറക്കാൻ റെഡിയായി. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ എൻ്റെ മുകളിൽ. അടിപൊളിയായി ഭാഗത്ത്.